സ്റ്റാർ അവാർഡ് 2025 എത്തിച്ചേർന്നിട്ടുള്ള രക്ഷിതാക്കളെയും കുട്ടികളെയും ഒരിക്കൽ കൂടി വളരെ സ്നേഹപൂർവ്വം തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു കയ്യടിയോടുകൂടെ തന്നെ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റേജിലൊരു ഇനാഗുറൽ സെറമണി ഉണ്ട്. സോ ഈ ഒരു സ്റ്റേജിൽ ഒഫീഷ്യലായിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ കമ്പനിയുടെ ഡയറക്ടേഴ്സ്, അതോടൊപ്പം തന്നെ COAയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിനെ എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം തന്നെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ശ്രീ ബിജുകുമാർ KV, അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം നമുക്ക് നല്ലൊരു കൈയടി കൊടുത്ത് തന്നെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ KCCLന്റെ ഡയറക്ടർ ശ്രീ തോമസ് P. ചാക്കോ, അദ്ദേഹത്തെ കൂടി വളരെ സന്തോഷപൂർവ്വം തന്നെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. നല്ലൊരു ക്ലാപ്പ്, നല്ലൊരു കൈയടി കൊടുത്ത് തന്നെ നമുക്ക് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. അതോടൊപ്പം കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആൻഡ് COAയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേജിലേക്ക് എത്തണമെന്ന് വളരെ സ്നേഹപൂർവ്വം റിക്വസ്റ്റ് ചെയ്യുന്നു. സോ എല്ലാവരും സ്റ്റേജിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു പ്രോഗ്രാംസ് സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സ്റ്റേജിൽ സ്വാഗത പ്രസംഗത്തിന് വേണ്ടിയിട്ടുള്ള ടൈമാണ്. സ്വാഗത പ്രസംഗത്തിന് വേണ്ടിയിട്ട് വളരെ സ്നേഹപൂർവ്വം തന്നെ നമ്മൾ പോഡിയത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു മാനേജിംഗ് ഡയറക്ടർ ഓഫ് സൗത്ത് വോയ്സ് ശ്രീ ബിനു ശിവദാസ്. നമുക്ക് അദ്ദേഹത്തെ നല്ലൊരു കൈയടി കൊടുത്ത് തന്നെ പോഡിയത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. യോഗത്തിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ, സൗത്ത് വിഷൻ്റെ ചെയർമാൻ ശ്രീ ബിനു P, വേദിയിലുള്ള കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീ ബിജുകുമാർ KB, കേരള കമ്മ്യൂണിക്കേറ്റേഴ്സ് കേബിൾ ലിമിറ്റഡിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗം പ്രിയപ്പെട്ട തോമസ് P. ചാക്കോ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, സംഘടനയുടെ ജില്ലാ മേഖലാ ഭാരവാഹികൾ, ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുള്ള ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾ, മാധ്യമപ്രവർത്തകർ അടക്കമുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകർ, സുഹൃത്തുക്കളെ, സൗത്ത് വിഷൻ കേരള വിഷൻ ഏർപ്പെടുത്തുന്ന പ്രഥമ വിദ്യാഭ്യാസ പുരസ്കാരമാണ് സ്റ്റുഡൻറ് സ്റ്റാർ 2025. സൗത്ത് വിഷൻ എന്ന് നിങ്ങൾ കേട്ടു തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലം മാത്രമേ ആയിട്ടുള്ളൂ. കാരണം ഈ കമ്പനി തുടങ്ങിയിട്ട് 1.5 വർഷക്കാലം മാത്രമേ ആയിട്ടുള്ളൂ. കൊല്ലത്തെ 3 ലക്ഷം കുടുംബങ്ങളിലേക്ക് കേരള വിഷൻ്റെ സിഗ്നൽ വിതരണം ചെയ്യുന്ന കൊല്ലം ജില്ലാ ഡിസ്ട്രിബ്യൂഷനാണ് സൗത്ത് വിഷൻ. ഇത്രയും ആധികാരികമായി, അത്രയും വിശദമായി എനിക്ക് നിങ്ങളോട് പറയേണ്ടി വരുന്നത്, ഈ അവാർഡുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള അറിയിപ്പുകളൊക്കെ സൗത്ത് വിഷൻ ചാനൽ കൂടിയാണ് നമ്മൾ നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ പറഞ്ഞ സമയം കഴിഞ്ഞും ഏതാണ്ട് ഇന്നലെ രാവിലെ വരെ ഈ രജിസ്ട്രേഷൻ ഞങ്ങളെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ്, അല്ലെ എൻ്റെ കുട്ടിയെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് വളരെ വളരെ വിഷമത്തോടെ സംസാരിച്ച മാതാപിതാക്കളും
ഞങ്ങൾ കാണാൻ ഇന്നലെ സാധിച്ചു എന്നുള്ള അത് കേരള വിഷനുമായി ബന്ധപ്പെട്ടും സൗത്ത് വിഷനുമായി ബന്ധപ്പെട്ടിട്ടും ഒരു പക്ഷേ നിങ്ങളുടെ അറിവിലേക്ക് അത്രയേറെ അത് ഉണ്ടായില്ല എന്ന തോന്നൽ കൊണ്ടാണ് ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് വിശദമായി പറഞ്ഞത്. ഇത്തരമൊരു നിങ്ങൾ നോക്കുമ്പോൾ ഒരു പക്ഷേ ഈ വർഷം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്ന ചിലപ്പോൾ അവസാനമായി ഒരു വിതരണം ചെയ്യുന്ന ഞങ്ങളായിരിക്കാം. കാരണം റിസൾട്ട് വന്ന അടുത്ത ദിവസം മുതൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അവാർഡുകൾ നിങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അത് പല തലങ്ങളിൽ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ സൗത്ത് വിഷൻ ഇത്തരം ഒരു അവാർഡ് ഏർപ്പെടുത്തണമെന്ന് ഞങ്ങൾക്ക് തോന്നാൻ കാരണം അവിടെ ഞങ്ങളും നിങ്ങളുമില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇതൊരു കേരള വിഷൻ്റെ കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഞങ്ങളുടെ കുട്ടികളാണ് എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങളെ ആദരിക്കേണ്ടതും പ്രോത്സാഹിപ്പിക്കേണ്ടതും ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതുകൊണ്ടാണ്. ഇനി കേരള വിഷൻ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് എത്തുക, നിങ്ങളുടെ നാട്ടിൽ വളരെയേറെ കാലമായി ടെലിവിഷൻ സിഗ്നലും ഇൻ്റർനെറ്റും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കേബിൾ ഓപ്പറേറ്ററുടെ മുഖമായിരിക്കും. അതിനപ്പുറത്തേക്ക് കേരള വിഷൻ അവരുടെ ഉപഭോക്താക്കൾക്കോ അല്ലെങ്കിൽ ഈ നാടിനോ വേണ്ടി എടുക്കുന്ന ഗുണകരമായ നിലപാടുകൾ എത്ര പേർക്കറിയാം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നുള്ളതുകൊണ്ട് കേരള വിഷൻ ഒരു ഡിജിറ്റൽ സിഗ്നലോ ഇൻ്റർനെറ്റ് സിഗ്നലോ മാത്രം വിതരണം ചെയ്യുന്ന ഒരു കമ്പനി അല്ല. അതിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇടപെടാൻ കഴിയുന്ന സത്യസന്ധമായ ഒരു മാധ്യമ പ്രവർത്തകർ കൂടിയാണ് കേരള വിഷൻ എന്നുള്ളതാണ്. കേരള വിഷൻ ഒരുപക്ഷെ വ്യത്യസ്തമായ തലങ്ങളിൽ കഴിഞ്ഞ 25 വർഷമായി ഓരോ കേബിൾ ടി വി ഓപ്പറേറ്ററും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ നാട്ടിൽ ഈ വ്യവസായവുമായി മുന്നേറുന്നവരാണ്. പ്രകടമായി ഒരുപക്ഷെ ആ വ്യവസായിക്ക് വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ അയാളുടെ ജീവിത സാഹചര്യങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തലങ്ങളോ വെച്ച് നോക്കുമ്പോൾ അയാൾ വലിയ ഉയർച്ച കൈവരിച്ചു എന്നൊക്കെ തോന്നും. പക്ഷെ അതിനൊരു മറുവശം കഴിഞ്ഞ 25 വർഷമായി ഒരു വ്യവസായത്തെ ഈ തലത്തിലേക്ക് വളർത്തിയെടുക്കുന്നതിൽ അയാളെടുത്ത പങ്ക്, അയാളുടെ ജീവിതത്തിൻ്റെ 1/4 നൂറ്റാണ്ടാണ് അതിനുവേണ്ടി ത്യജിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞങ്ങളിന്ന് മത്സരിക്കുന്നത് ഈ നാട്ടിലേക്ക് കടന്നു വരുന്ന വലിയ കോർപ്പറേറ്റ് കമ്പനികളോടാണ്. വലിയ കമ്പനികളോട് കോടികൾ മുതൽ മുടക്കുമായി കടന്നു വരുന്ന 1000 കോടിയുടെ മുതൽ മുടക്കുമായിട്ടൊക്കെ കടന്നു വരുന്ന വലിയ വലിയ കമ്പനികളോട് മത്സരിച്ചിട്ടാണ് കേരള വിഷൻ ഇന്ന് കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ കേരളത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് മത്സരിക്കാനുള്ള ഊർജം നിങ്ങൾ ഓരോരുത്തരുമാണ്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന കാപട്യമില്ലാത്ത സപ്പോർട്ടും പിന്തുണയുമാണ് കേരള വിഷൻ ഇന്ന് രാജ്യത്ത് കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ 4ാം സ്ഥാനത്തും കേരളത്തിൽ 1ാം സ്ഥാനത്തും എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് എന്നുള്ളതാണ്. വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ഞങ്ങളുടെ ഉപഭോക്താക്കളെ കാണുന്നത്. ഉപഭോക്താക്കൾ എന്നതിനപ്പുറം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എടുക്കേണ്ട നിലപാടുകൾ എന്താണ്, ഏതൊക്കെ തലങ്ങളിലാണ് കേരള വിഷൻ്റെ ഉപഭോക്താക്കളാവുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ചേർത്തു പിടിക്കേണ്ടതെന്ന് ഞങ്ങൾ സദാ ശ്രദ്ധിക്കുന്നുണ്ട്. കേരളം സമീപകാലഘട്ടത്തിൽ കണ്ടിട്ടുള്ള വലിയ വലിയ ദുരന്തങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കേരളം പ്രളയത്താൽ വലഞ്ഞൊരു കാലഘട്ടം, ശേഷം ലോകത്താകമാനമുള്ള ജനങ്ങൾ ഭീതിയോടെ കണ്ട കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരി, സമീപകാലഘട്ടത്തിൽ ഏറ്റവും അടുത്ത് വയനാട്ടിൽ നമ്മളുടെ സഹോദരങ്ങൾ ഒറ്റ രാത്രി കൊണ്ടില്ലാതായി പോയ മുണ്ടക്കൈ ദുരന്തം, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ മുൻനിരയിൽ ഞങ്ങളുണ്ടായിരുന്നു. നിങ്ങളൊന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. പക്ഷേ ഞങ്ങൾ ഒരിക്കൽ പോലും ഞങ്ങളുടെ ഈ നിലപാടുകൾ ഒരു മാധ്യമത്തിൻ്റെ മുമ്പിൽ വന്നിട്ടോ ഒരു പൊതുവേദിയിൽ, ഇതൊരു പൊതുവേദിയല്ല, ഞാൻ ആദ്യമേ പറയട്ടെ,
ഇതെനിക്കൊരു പൊതുവേദിയല്ല, ഈ വേദിയിലിരിക്കുന്ന ഞങ്ങൾക്ക് ആർക്കുമേ ഇതൊരു പൊതുവേദിയല്ല. ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളുമായി സംവദിക്കാൻ കിട്ടിയ ഒരു അവസരം മാത്രമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇവിടെ ഞാനും നിങ്ങളും എന്നുള്ളൊരു, അല്ലെങ്കിൽ ഞങ്ങളും നിങ്ങളും ഇല്ല എന്നുള്ളതാണ്. എൻ്റെ കൂട്ടുകുടുംബത്തിൻ്റെ അംഗങ്ങളാണ്. കേരള വിഷൻ എന്ന് പറയുന്ന ഒരു കൂട്ടുകുടുംബമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും തരത്തിലൊരു നിലപാടെടുത്താൽ നമ്മളൊരു മറ്റൊരു മാധ്യമത്തിൽ കൂടി നിങ്ങളെ അറിയിക്കേണ്ടതായ ഒരു ഉത്തരവാദിത്തം നമ്മളെ സംബന്ധിച്ചില്ല. കാരണം ഞങ്ങൾക്ക് ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും ഒരു വോട്ട് ആവശ്യമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മതപരമായോ സാംസ്കാരികപരമായോ ഒരു പിന്തുണയായിട്ടോ ഒന്നും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതായ ഒരു സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് വളരെ സത്യസന്ധമായി ഈ വ്യവസായത്തിൽ കൂടി നിങ്ങളെ ചേർത്ത് പിടിച്ച് നടക്കണം എന്നുള്ളത് മാത്രമാണ്. ആദ്യമുണ്ടായ പ്രളയവുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യം റിപ്പോർട്ട് ചെയ്ത ഒരു സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ പോലീസ് ഓഫീസേഴ്സോ റെസ്ക്യൂ ഒന്നോ അല്ലാത്ത രീതിയിലേക്ക് ഒരു മരണം റിപ്പോർട്ട് ചെയ്തത് ഞങ്ങളുടെ സഹപ്രവർത്തകനായ എറണാകുളം പറവൂർ സ്വദേശിയാണ്. കോവിഡുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്കറിയാം, കോവിഡുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസവും തൊഴിലും ഒക്കെ പ്രതിസന്ധിയിലായ സമയത്തും ഞങ്ങൾ അതൊക്കെ വകവയ്ക്കാതെ ഈ വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വലഞ്ഞിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട്. ഞാനിതൊക്കെ നിങ്ങളോടിപ്പോൾ പറയുന്നത് ഒരു സാധാരണ കേബിൾ ടി വി ഓപ്പറേറ്റർ നൽകുന്ന സേവനങ്ങൾക്കപ്പുറത്തേക്ക് ഈ ഉപഭോക്താക്കൾക്ക് മറ്റ് തലങ്ങൾ കൂടി ഞങ്ങൾ കൊണ്ടുപോകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇന്ന് രാവിലെ ഇവിടെ 2 പദ്ധതികളാണ്, 2 പുതിയ ബിസിനസ്സുകളാണ് രാവിലെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അതിലൊന്ന് സോളാർ ബിസിനസ്സാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ മാറി വരുന്ന കാലാവസ്ഥയിൽ നമുക്ക് കൂടുതൽ ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടതായി വരുന്നൊരു സാഹചര്യം, അടിക്കടി ഉയരുന്ന വൈദ്യുതി നിരക്ക്, ഇതിലൊക്കെ വലഞ്ഞു പോകുന്ന ഒരു ജനം വളരെ വേഗത്തിൽ സോളാർ എന്നൊരു സിസ്റ്റത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അനുദിനം അതിൻ്റെ മാറ്റം നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ആ ആവശ്യകതയെ തികച്ചും കച്ചവടവൽക്കരിച്ച് അതിൻ്റെ വിലയിലും ക്വാളിറ്റിയിലുമൊക്കെ വലിയ കാപട്യം ഒളിപ്പിച്ചു വെച്ച് ആ വ്യവസായം ചെയ്യുന്നവരുടെ എണ്ണം വളരെ വല്ലാണ്ട് കൂടുന്നു. സത്യസന്ധമായി ആ വ്യവസായം ചെയ്യുന്നവരും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അപ്പോൾ ഞങ്ങളുടെ ഉപഭോക്താക്കൾക്കായി, കേരള വിഷൻ്റെ ഉപഭോക്താക്കൾക്കായി, കൊല്ലം ജില്ലയിലെ 3 ലക്ഷത്തോളം വരുന്ന സൗത്ത് വിഷൻ്റെ വരിക്കാർക്കായി ഞങ്ങളിന്ന് ആ സോളാർ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആദ്യമായി ഈ അവാർഡ് ഏറ്റുവാങ്ങുന്ന എല്ലാ കുട്ടികൾക്കും അതിൽ സൗത്ത് വിഷന് വരാവുന്ന ലാഭത്തേക്കാൾ മുകളിൽ ഞങ്ങളൊരു ക്യാഷ് ഡിസ്കൗണ്ട് ഇന്ന് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ സൈക്കിൾ ഉപയോഗിക്കുന്നത് കുട്ടികൾ തന്നെയാണ്. മുതിർന്നവർ സൈക്കിൾ ഉപേക്ഷിച്ചു. അതിൻ്റെ ഒരു കാലം മാറിയിട്ട് ഇലക്ട്രിക് സൈക്കിളിലേക്ക് ഏതാണ്ട് ഇപ്പം മാറിക്കൊണ്ടേയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അടുത്ത ഒരു അധ്യയന വർഷം കൂടി ആകുമ്പോൾ ഇലക്ട്രിക് സൈക്കിൾ മാത്രമായിരിക്കും കുട്ടികൾ കൊണ്ടുപോകാനുള്ള സാധ്യത. ബാക്കിയുള്ള സൈക്കിളുകളൊക്കെ ഉപേക്ഷിച്ച് തുടങ്ങി. അതുമാത്രമല്ല, ചില കുട്ടികൾക്ക് ഇലക്ട്രിക് സ്കൂട്ടർ, അതായത് ഇപ്പം നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, ഫുൾ A+ ഒക്കെ വാങ്ങി വീട്ടിൽ വന്നിട്ട് മാതാപിതാക്കളെ ആദ്യം ഭീഷണിപ്പെടുത്താൻ പോകുന്നൊരു കാര്യം, എനിക്കൊരു 2 വീലർ എടുത്ത് തന്നേ പറ്റൂ, അത് നിനക്ക് പ്രായമായിട്ടില്ല, ലൈസൻസ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും എൻ്റെ പ്രശ്നമല്ല, എനിക്കൊരു 2 വീലർ എനിക്ക് വേണം. വളരെ ആത്മാർത്ഥമായി പറയുകയാണ്, ഒരു കാരണവശാലും അവർക്ക് ലൈസൻസ് എടുക്കാനുള്ള പ്രായപൂർത്തിയായി ലൈസൻസ് എടുക്കുന്നത് വരെ 2 വീലർ സ്വന്തമായോ താൽക്കാലികമായി നമ്മുടെ വാഹനങ്ങളോ എടുത്ത് ഉപയോഗിക്കാൻ കൊടുക്കരുത്. കാരണം ഇപ്പോൾ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ക്ലെയിം നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ മുഴുവൻ പണ്ടങ്ങളും വിറ്റുപിറക്കി കൊടുത്താൽ പോലും ക്ലെയിം അടയ്ക്കാനുള്ള പണം കിട്ടാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കുട്ടികളെ ഒരിക്കലും, അത് മാത്രമല്ല റോഡിലെ അപകടങ്ങൾ കൂടുന്നു. അത് രണ്ടാമത്തെ കാര്യം, സൂക്ഷിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലൈസൻസ് വേണ്ടാത്ത വാഹനങ്ങൾ അതുകൂടി ഞങ്ങൾ ലക്ഷ്യമിട്ടിട്ട് ഇലക്ട്രിക് സ്കൂട്ടർ, നോൺ ലൈസൻസ് സ്കൂട്ടറും ഇലക്ട്രിക് സൈക്കിളിനും കൂടി സൗത്ത് EV എന്ന പേരിൽ ഒരു ബിസിനസ് കൂടി ഇന്ന് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലും മറ്റെവിടെയും കിട്ടാത്ത തരത്തിലേക്ക് നമ്മളുടെ പ്രോഫിറ്റ് മുഴുവൻ മാറ്റിവെച്ച് അതിന് മുകളിൽ കമ്പനിയുടെയും കൂടി ഒരു വിഹിതം വിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിസ്കൗണ്ട് മുഴുവൻ ഈ 670 കുട്ടികളാണ് ഇന്ന് നമ്മൾക്ക് ഈ എലിജിബിളായിട്ടുള്ള ആ മുഴുവൻ കുട്ടികൾക്കും അത് നൽകുവാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കിന്ന് ഈ അവാർഡിനൊപ്പം അതുകൂടി തരികയാണ് ഞങ്ങൾ. എന്ന് പറഞ്ഞാൽ ഇനി കൊല്ലത്ത് സൗത്ത് വിഷൻ്റെ ഉപഭോക്താക്കളാവുന്ന ഏതൊരാൾക്കും ഒരു സോളാറിനെ കുറിച്ചോ ഒരു ഇലക്ട്രിക് സൈക്കിളിനെ കുറിച്ചോ നോൺ ലൈസൻസ് ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ചോ ചിന്ത വന്നാൽ ആദ്യം ഓർക്കേണ്ടത് നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററെ തന്നെയാണ്. കാരണം 25 വർഷമായി
നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഒരു വിശ്വസ്തനായി, നിങ്ങളുടെ ഒരു സന്തത സഹചാരിയായി, ഏറ്റവും അടുത്ത സുഹൃത്തായി ഒക്കെ ഉള്ള ആ കേബിൾ ഓപ്പറേറ്റർ വഴി ഈ വളരെ മറ്റെവിടെയും കിട്ടാത്ത തരത്തിലുള്ള വിലയിൽ നിങ്ങൾക്ക് ഈ രണ്ട് ഇതും സ്വന്തമാക്കാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊന്ന്. നമുക്കിവിടെ ഈ സെക്ഷൻ ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ടുന്നത് MLA ആണ്. ബഹുമാന്യനായ കുണ്ട്ര MLA ശ്രീ PC വിശ്വനാഥ് MLAയും ചവറ MLA സുജിത് വിജയൻ അവരുകളുമാണ് ഇന്നിനി ഇപ്പോൾ ഇവിടെ എത്തിച്ചേരേണ്ടത്. ഉടൻ എത്തിച്ചേരും. അതോടുകൂടി നമ്മൾ ഈ രണ്ടാമത്തെ സെഷൻ ആരംഭിക്കും. നിങ്ങൾക്കറിയാം, ഏതാണ്ട് 2 സെഷനിലായിട്ടാണ് നമ്മൾ ഈ ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇനി ഏതാണ്ട് 380-400 കുട്ടികൾക്ക് ഇനി ഈ ബാക്കി സമയം നമുക്കിത് വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ക്രമപ്പെടുത്തുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഒരു സഹകരണം, പ്രത്യേകിച്ചൊരു മുഷിപ്പ് തോന്നരുത്. കാരണം നമുക്ക് ഒരു നിശ്ചിത ക്രമത്തിലാണ് വിളിക്കാൻ കഴിയുക. കോഡ് വിളിക്കുന്ന അനുസരിച്ചായി നമുക്കത് ചെയ്യാൻ കഴിയൂ. കാരണം ഇതൊരു വലിയ പ്രക്രിയ. നിങ്ങൾ നോക്കുമ്പോൾ കുറേ മൊമെൻറ്റോസ് വെച്ചിട്ടുണ്ട്, ഇത് നമുക്കിനി പറക്കി തന്നാൽ പോരെ എന്നൊക്കെ തോന്നും. പക്ഷേ ഇത് ഈ ഒരു ഓർഡറിലേക്ക് എത്താൻ തന്നെ, ഇത് മൊമെൻറ്റോ നിർമ്മിക്കലല്ല, ഇതൊരു ഓർഡറിലേക്ക് എത്താൻ തന്നെ ഞങ്ങൾ കുറേ ആളുകൾ കുറേ ദിവസമായിട്ടെടുക്കുന്ന ഒരു എഫർട്ടുണ്ട്. അതിനുശേഷം ഇത് കൃത്യമായി വിതരണം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് വളരെ ഫാസ്റ്റായിട്ട് ഇത് ഓടി മാറാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ അതിനു കൂടി ഒരു സപ്പോർട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം. മറ്റൊന്ന്, ഈ ചടങ്ങ് ഇപ്പോൾ ഈ വേദിയിലേക്ക് പുറത്തുള്ള നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കോ എന്താ പറയുന്ന നെയ്ബേഴ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ കാണുന്നതിന് സൗത്ത് വിഷൻ ചാനൽ ഇപ്പോൾ നിലവിൽ ലൈവ് ടെലികാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ ലൈവ് ടെലികാസ്റ്റ് ഇപ്പോൾ കാണാൻ കഴിയാത്ത സാഹചര്യമുള്ളവർക്ക് ഇത് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നേരിട്ട് കാണാം. അത് നിങ്ങൾക്ക് പുറത്തത് സ്കാൻ ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുകയോ ഇതിൻ്റെ ലിങ്ക് ഉൾപ്പെടെ നിങ്ങൾക്കത് അയച്ചു കൊടുത്ത് അത് കാണാനുള്ള സൗകര്യമൊരുക്കാം. മാത്രമല്ല, ഇനി നിങ്ങൾക്ക് ഈ പരിപാടിക്ക് ശേഷം അത് കാണാനുള്ള ഒരവസരവും കൂടിയാണത്. അതുകൂടി നിങ്ങൾ നഷ്ടപ്പെടുത്താതെ ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. ഇത്രയും കാര്യങ്ങളാണ് കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഞാനിതിങ്ങനെ സംസാരിക്കുന്ന സ്വാഭാവികമായിട്ടും MLA ഇപ്പോൾ എത്താൻ എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടു കൂടി നമുക്കത് ആരംഭിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എന്താണെങ്കിലും ഞാൻ ഈ സ്വാഗത പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളോട് 2 ചോദ്യം ചോദിക്കാം. ചോദ്യത്തിൻ്റെ ഉത്തരം മറുപടി നിങ്ങൾ പുറത്ത് പറയണ്ട, മനസ്സിൽ പറഞ്ഞാൽ മതി. ചോദ്യം 1 കുഞ്ഞുങ്ങളോടാണ്, കുട്ടികളോടാണ്. നിങ്ങൾക്ക് ഭാവിയിൽ എന്താകാനാണ് ആഗ്രഹം? ചോദ്യം വ്യക്തമായി ഞാൻ പറയുന്നത്, നിങ്ങൾ പുറത്ത് പറയണ്ട, നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞാൽ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, ഇല്ല എന്നൊന്നും പറയണ്ട. നിങ്ങൾക്ക് ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹം, അല്ല എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? രണ്ടാമത്തെ ചോദ്യം മാതാപിതാക്കളോടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ ആരായി കാണാനാണ് ആഗ്രഹം? എൻ്റെ ചോദ്യം വളരെ വ്യക്തമാണ്. നിങ്ങളുടെ കുഞ്ഞിനെ ആരായി കാണാനാണ് ആഗ്രഹം എന്നാണ് ഞാൻ ചോദിച്ചത്. ഈ ചോദ്യത്തിനൊരു കുഴപ്പമുള്ളത് എന്താ വെച്ചാൽ, നമ്മളൊക്കെ നമ്മുടെ അല്ലെങ്കിൽ ഇവിടുത്തെ രക്ഷകർത്താക്കൾ പഠിക്കുന്ന സമയത്ത് ആ ചോദ്യം തിരിച്ചു പറയാം. കാരണം അന്നത്തെ മാതാപിതാക്കളോട് ചോദിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ ആരാക്കുമെന്ന. കാരണം നമ്മൾ 10th കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ അച്ഛനോ അമ്മാവനോ അമ്മയോ പറഞ്ഞു, നീ പ്രീ ഡിഗ്രിക്ക് പോയിട്ട് ഇന്ന ഗ്രൂപ്പ് എടുത്ത് പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. കാരണം അവർക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, എന്നെ പഠിപ്പിച്ച് അല്ലെ നിങ്ങളെ പഠിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം മാതാപിതാക്കളോട് എനിക്ക് ചോദിക്കാൻ പറ്റില്ല നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ ആരാക്കും എന്നുള്ളത്. കാരണം ആ കാലഘട്ടം പോയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇന്ന് 8th സ്റ്റാൻഡേർഡിലേക്ക് കയറുന്ന ഒരു കുട്ടി, അവൻ അല്ലെങ്കിൽ അവൾ തീരുമാനിക്കുകയാണ് അടുത്ത സ്കൂൾ ഏതാണ്, കോളേജ് ഏതാണ്, അവളുടെ പ്രൊഫഷൻ ഏതാണ്, അവൾ ഏതു രാജ്യത്തേക്കാണ് ഹയർ സ്റ്റഡീസിന് പോകേണ്ടത്, ശേഷം ഏതു രാജ്യത്താണ് അവൾ സെറ്റിൽ ചെയ്യേണ്ടത്. ഇനി അവൾ അതിനും അപ്പുറത്തേക്ക് അവളുടെ ഫ്യൂച്ചറും ചെയ്തിട്ടുണ്ടാവും, ആയിക്കോട്ടെ. അവിടെയാണ് ഞാൻ ചോദിച്ചത്, ആരായി കാണാൻ ആഗ്രഹം? ആയി കാണുന്നതിനുള്ള ആഗ്രഹമേ മാതാപിതാക്കൾക്കുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കാരണം ആ തലത്തിലേക്ക് നമ്മളുടെ ഒരു രീതി മാറിപ്പോയി എന്നുള്ളതാണ്. പിന്നെ ഈ 10th കുട്ടികളെ എളുപ്പം വിളിച്ചിട്ട് നമുക്കിനി അതിൽ കൂടുതൽ കുട്ടികളെ വിളിച്ചിപ്പോൾ ചെയ്യാൻ പറ്റില്ല. കാര്യം അറിയാം, ബഹുഭൂരിപക്ഷം കുട്ടികൾ നാട്ടിലില്ല എന്നുള്ളതാണ്. എവിടെയും നാട്ടിലില്ല. പക്ഷെ അതിനൊരു
കഴിഞ്ഞ സമീപ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള മറ്റ് വിദേശ രാജ്യങ്ങളുടെ വാർത്ത ശ്രദ്ധിച്ചാൽ നമ്മുടെ നാടിനെ ചേർത്ത് പിടിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എപ്പോഴും നമ്മളൊരു പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ പോയി പഠിച്ച് അവിടെ നമ്മൾ സെറ്റിൽ ചെയ്ത് മാതാപിതാക്കളെ ഇവിടെ എവിടെയെങ്കിലും ആരെയെങ്കിലും ഏതെങ്കിലും ഒരു മന്ദിരത്തിൽ ഏൽപ്പിച്ച് അല്ലെ ഒരു വൃദ്ധസദനത്തിലൊക്കെ ഏൽപ്പിച്ച് ജോലി ചെയ്യുന്ന തലത്തിലേക്ക് നമ്മൾ ഇനി വരുന്ന കുഞ്ഞുങ്ങളല്ല, നമ്മൾ ആ സംസ്കാരം ഇവിടെ കാണിച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം അങ്ങനെ ചോദിച്ചത്. ഇനി ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളുടെ മനസ്സിൽ പലതായിരിക്കാം, വ്യത്യസ്തമായ കാര്യങ്ങളുണ്ടാവാം. നിങ്ങൾ ചിലപ്പോൾ ഒരു ടീച്ചറായിരിക്കാം, ഒരു ബാങ്ക് എംപ്ലോയി ആയിരിക്കാം, ഒരു എഞ്ചിനീയർ ആയിരിക്കാം, ഒരു സയൻറ്റിസ്റ്റ് ആയിരിക്കാം, ഒരു പൊതുപ്രവർത്തകനായിരിക്കാം. അങ്ങനെ വ്യത്യസ്തമായ പല ഉത്തരങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാവും. അതേ ഉത്തരങ്ങൾ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളുടെ മനസ്സിലും ഉണ്ടായിട്ടുണ്ടാവും, തർക്കമൊന്നുമില്ല. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഉണ്ടാകേണ്ടത് നല്ലൊരു മനുഷ്യനായി മാറുക എന്നുള്ളതാണ്. നല്ലൊരു മനുഷ്യനായി നമ്മൾ ആദ്യം മാറുക എന്നുള്ളതാണ്. നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുകയും നമ്മുടെ മാതാപിതാക്കളെ ആദരിക്കുകയും നമ്മുടെ നാടിന് അവർ പകർന്നു നൽകുന്ന സംസ്കാരവും നൈർമല്യവും ഒക്കെ നമ്മൾ സ്വീകരിക്കുകയും നമ്മുടെ നാടിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ സംസ്കാരത്തിൽ വളരുവാനും അവിടെ നിന്ന് നമുക്ക് വിജയം കൈവരിക്കാനും കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. നിങ്ങളൊരു നല്ല മനുഷ്യനല്ലെങ്കിൽ നിങ്ങൾ ആരായിട്ട് എന്താ കാര്യം? നിങ്ങൾ നാളെ നല്ല ഡോക്ടറായി, നല്ല വിദ്യാഭ്യാസമുള്ള തലങ്ങളിലേക്ക് നിങ്ങൾ പോയി, വ്യത്യസ്തമായ ഉദ്യോഗാർത്ഥികളായി പോയി. പക്ഷേ നിങ്ങളൊരു നല്ല മനുഷ്യനല്ല. നിങ്ങളൊരു നല്ല ഡോക്ടറാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നല്ലൊരു എഞ്ചിനീയറാണ്, കാര്യമുണ്ടോ? നല്ലൊരു സോഷ്യൽ വർക്കറാണ്, കാര്യമുണ്ടോ? ഒന്നുമില്ല. ആദ്യം ഉണ്ടാകേണ്ടത് നല്ലൊരു മനുഷ്യനാവുക എന്നുള്ളതാണ്. ആ നല്ല മനുഷ്യത്വം എവിടുന്നാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്? നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഇന്നിപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മളോട് ആരെന്ത് പറഞ്ഞു, നമ്മൾ ഇപ്പം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ വേദിയിലും ഉണ്ടാവാം, നമ്മൾ നോക്കുന്ന എപ്പോഴും നമ്മളൊരു ചെറിയ ഒരു സ്ക്രീനകത്തേക്ക്, ഒരു മൊബൈൽ സ്ക്രീനകത്തേക്ക് നമ്മുടെ ജീവിതം നമ്മളെ ചുരുങ്ങിപ്പോയി. നമുക്ക് പരസ്പരം സംസാരിക്കാൻ സമയമില്ല, പരസ്പരം ആരോടെങ്കിലും എന്തെങ്കിലും നമ്മൾ ഷെയർ ചെയ്യാൻ സമയമില്ല. അതുകൊണ്ടൊക്കെ തന്നെ സമൂഹത്തിൽ വലിയ തരത്തിലുള്ള ദുരന്തങ്ങളും കുട്ടികളുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കേരള വിഷൻ അടുത്തൊരു വലിയ ക്യാമ്പയിന് ഞങ്ങൾ തുടക്കം കുറിച്ചിരിക്കുന്നത് കേരളം ലഹരി മുക്തമായ ഒരു സംസ്ഥാനം എന്ന രീതിയിലേക്ക് ഒരു വലിയ ക്യാമ്പയിൻ കൊണ്ടുവരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നമ്മൾ ക്യാമ്പയിൻ നടത്തേണ്ടി വരികയാണ്. നമ്മൾ മാത്രമല്ല, അപ്പോൾ കേരള വിഷൻ നടത്തുമ്പോൾ അതിനൊരു വ്യത്യസ്തമായ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കും എന്നുള്ളതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ADGP ശ്രീജിത്ത് സാർ പറഞ്ഞൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊക്കെ പോകുമ്പോൾ എന്താ നോക്കുക, അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ നോട്ട്ബുക്കിനകത്തൊരു ലവ് ലെറ്റർ ഉണ്ടാവും, അതിനപ്പുറത്തൊന്നും ഉണ്ടാവില്ല. ഇന്നത്തെ അങ്ങനെയാണോ സ്ഥിതി? എല്ലാ കുഞ്ഞുങ്ങളും അല്ല ഞാൻ പറഞ്ഞത്, ഒരു വലിയ ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ ഒരു വല്ലാത്ത തലങ്ങളിലേക്ക്, നമ്മുടെ കൺട്രോളിലല്ലാത്ത രീതിയിലേക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറയുന്ന ഒരു വലിയ ദുരന്തങ്ങൾ. ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായരായ മാതാപിതാക്കളായി പല സ്ഥലങ്ങളിലും നമ്മൾ മാറിപ്പോകുന്നുണ്ട്. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ ഒന്നുകിൽ അവരുടെ ജീവിതം എന്നേക്കുമായി എറിഞ്ഞുടക്കിയാണ്, ഇല്ലെങ്കിൽ അവർക്ക് പോലും പിന്നെ തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിലേക്ക് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇത് രണ്ടും നമുക്ക് അനുവദിച്ചുകൂടാ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 25 കൊല്ലമായി ഈ വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ചെറു സമൂഹത്തോടൊപ്പം നടന്നു നീങ്ങുന്നവരായ ഞങ്ങൾക്ക് ഈ സമൂഹത്തോട് മാത്രമാണ് പ്രതിബദ്ധത. ഞങ്ങളുടെ ഉപഭോക്താക്കളോട് മാത്രമേ ഞങ്ങൾക്ക് പ്രതിബദ്ധതയുള്ളൂ. രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനിയായും സംസ്ഥാനത്തെ ഏറ്റവും വലിയ കമ്പനിയുമായൊക്കെ ഉയർന്നു വന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളോടുമേ ഞങ്ങൾക്ക് യാതൊരു പ്രതിബദ്ധതയില്ല. നിങ്ങളാണ് ഞങ്ങളുടെ ഊർജം, നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി. അതുകൊണ്ട് തന്നെ ആ പ്രതിബദ്ധതയിലും ആ കടപ്പാടിലും ഊന്നിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ കേരള വിഷനും സൗത്ത് വിഷനും മുന്നോട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും ചിട്ടപ്പെടുത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അവാർഡ് ദാന ചടങ്ങും, അല്ലെങ്കിൽ ഞങ്ങളുടെ സോളാർ പദ്ധതിയും, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇലക്ട്രിക് വെഹിക്കിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ്സും ഒക്കെ ഞങ്ങൾ അതിൻ്റെ ഭാഗമായി ചിട്ടപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഈ രണ്ടാമത്തെ സെക്ഷൻ നമ്മളിവിടെ തുടങ്ങുകയാണ്. രണ്ടാമത്തെ സെക്ഷൻ ഇതിന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ കുണ്ട്ര MLA ശ്രീ PC വിശ്വനാഥ് അവർകളാണ്. അദ്ദേഹം വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു നല്ല കയ്യോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കാം. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാന്യനായ സൗത്ത് വോയിസിൻ്റെ ചെയർമാൻ ശ്രീ ബിനു P ആണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ചടങ്ങിൻ്റെ വിശിഷ്ട വ്യക്തികളായി ഇവിടെ എത്തിയിട്ടുള്ളത് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും എൻ്റെ പ്രിയ സുഹൃത്തുമായ ശ്രീ ബിജുകുമാർ KB ആണ്.
ബിജു തിരുവനന്തപുരം സ്വദേശിയാണ്. നല്ല സംഘാടകനും നല്ല പ്രവർത്തകനും ഒക്കെയായ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി ഏവരുടെയും അനുഭവത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, KCCL കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 1000 കോടിയുടെ ടേൺ ഓവർ ക്രോസ് ചെയ്ത കമ്പനിയാണ് KCCL. അതാണ് നിങ്ങൾ ചുരുക്കപ്പേരിൽ കേരള വിഷൻ എന്നറിയപ്പെടുന്നത്. ആ കമ്പനിയുടെ ഡയറക്ടർ ശ്രീ തോമസ് പി ചാക്കോ ഞങ്ങളുടെ സുഹൃത്തും പത്തനംതിട്ട സ്വദേശിയുമാണ്. പ്രിയ സുഹൃത്തിനെ ഏവരുടെ അനുഭവത്തോടു കൂടി ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ഉദ്ഘാടന സെക്ഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന KCCLൻ്റെ കേരള വിഷൻ്റെ മറ്റൊരു ഡയറക്ടർ ആലപ്പുഴ സ്വദേശിയാണ്, ശ്രീ CBPS ആണ്. CBPSനെയും യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. MLAക്ക് ഔപചാരികമായി ഞാൻ സ്വാഗതം പറഞ്ഞ് കയ്യടിയോടുകൂടി സ്വീകരിച്ച് അതിലൊരു ബൊക്ക കൊടുത്താൽ മതി. മറ്റൊന്ന്, നമ്മൾ ഈ പരിപാടി സതോഷിനെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയാം. ഈ പരിപാടി ഇത്തരമൊരു പരിപാടി നടപ്പാക്കുക എന്ന് പറയുന്നത്, നടപ്പാക്കിയെടുക്കുന്നതിൻ്റെ എഫർട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് ഒരു വലിയ സാമ്പത്തികമായ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഒരു വലിയ ഭാഗമാണ്. സാമ്പത്തികമായൊരു വലിയ ഇത് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവണം. അതിന് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുമായി ചാനലുമായി നിരന്തരം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കമ്പനികളാണ്. അതിൽ ഇന്ന് ഇപ്പോൾ വേദിയിലുള്ളത് ആലിയാസ് ഇലക്ട്രോണിക്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായിട്ടുള്ള മിഥിലാജാണ്. അദ്ദേഹത്തെ ഏറെ ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി നൗഷാദ്, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായിട്ടുള്ള ശ്രീ കുര്യാക്കോസ് വൈദ്യർ, ശ്രീ താജ് ഗോപാൽ, ശ്രീ ഫിനാൻസ് ഡയറക്ടർ ശ്രീ സുരേഷ് ബാബു, ഏവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഡയറക്ടർമാരായിട്ടുള്ള തിലകരാജ്, രാജീവ് കുമാർ, ഷിബു P, ശ്രീതസ് പിള്ളൈ, മുരളീകൃഷ്ണൻ, ജില്ലാ ട്രഷറർ മുരളീധരൻ പിള്ള ഉൾപ്പെടെയുള്ള ലുലു ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഞങ്ങളുടെ ഈ പ്രഥമ പുരസ്കാരത്തിൽ ഞങ്ങൾക്കൊരാശങ്കയുണ്ടായിരുന്നു. ഒന്നൊരു ജില്ലാ ആസ്ഥാനത്ത് വെച്ച് ഇത് നടത്തുമ്പോൾ എത്രയോ ദൂരെ നിന്നാണ് നിങ്ങളെല്ലാവരും എത്തിച്ചേരേണ്ടത്. അതിൽ ഞങ്ങൾക്കൊരാശങ്ക ഉണ്ടായിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് ഈ കാലാവസ്ഥയൊക്കെ മറികടന്ന് എത്തിച്ചേരുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇനി അടുത്ത എത്രയോ വർഷം ഇതുപോലുള്ള പരിപാടികളും പദ്ധതികളും നടപ്പാക്കാനുള്ള ഊർജ്ജമാണ് ഇന്ന് നിങ്ങൾ ഈ വേദി നിറച്ചു തന്നത്. തീർച്ചയായിട്ടും ഈ വേദിയിൽ ഈ അവാർഡ് വാങ്ങാൻ എത്തിയിട്ടുള്ള എല്ലാ മിടുക്കരായ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ആദരവോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ മാധ്യമപ്രവർത്തകർ, മറ്റ് ഈ പരിപാടിയുടെ വിജയത്തിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സബ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടിയിട്ടുള്ള ടൈമാണ്. സോ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ PC വിഷ്ണുനാഥ് അവർകൾ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ അദ്ദേഹത്തെ നമുക്ക് നല്ലൊരു കയ്യടി കൊടുത്ത് തന്നെ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടിയിട്ട് പോഡിയത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. പ്രിയപ്പെട്ട അധ്യക്ഷൻ, സൗത്ത് വോയിസിൻ്റെ ചെയർമാൻ ബിനു P, മാനേജിംഗ് ഡയറക്ടർ ബിനു ശിവദാസ്, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് പ്രവീൺ മോഹൻ, കേരള വിഷൻ ന്യൂസിൻ്റെ ചെയർമാൻ PS സിബി,
ജ്യോതികുമാർ, നിസാർ കോയാപുരമ്പൻ, ബിജുകുമാർ, തോമസ് പി ചാക്കോ, സുരേഷ് ബാബു തുടങ്ങി കേരള വിഷൻ്റെയും സൗത്ത് വിഷൻ്റെയും പ്രിയപ്പെട്ടവരെ, എല്ലാത്തിനും ഉപരിയായി ഇന്നത്തെ ദിവസത്തെ അതിഥികൾ എന്ന് പറയുന്നത് ഈ സ്റ്റുഡൻറ് സ്റ്റാർ അവാർഡുകൾ ഏറ്റുവാങ്ങാൻ വേണ്ടി എത്തിയിട്ടുള്ള, പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളെല്ലാവരെയും ആദ്യമായി പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ എൻ്റെ ആദ്യത്തെ അവസരം വിനിയോഗിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് വിജയങ്ങളുടെ തുടക്കമായി ഈ അംഗീകാരങ്ങൾ മാറട്ടെ എന്നും ആശംസിക്കുകയാണ്. കേരള വിഷൻ 30 ലക്ഷത്തോളം അംഗങ്ങളുള്ള, വരിക്കാരുള്ള, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ഈ രംഗത്ത് വൻ ശക്തിയായി മാറിയിരിക്കുകയാണ്. 5000-ഓളം പ്രാദേശിക കേബിൾ സംരംഭങ്ങളുടെ കൂട്ടായ്മ ഇന്ന് വളർന്ന് പടർന്ന് പന്തലിച്ച് വലിയൊരു വിജയ മാതൃകയായി മാറിയിരിക്കുകയാണ്. ഒരുപാട് കോർപ്പറേറ്റ് മത്സരങ്ങളുടെ ഇടയിലാണ് ആ പ്രതിസന്ധികളെയെല്ലാം കാലാകാലങ്ങളിൽ അതിജീവിച്ച് ഈ വലിയ നേട്ടം കൈവരിക്കാൻ കേരള വിഷന് കഴിഞ്ഞത്, സൗത്ത് വിഷന് കഴിയുന്നത്. അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. ഞാൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സമ്മേളനങ്ങളിലൊക്കെ ഒരുപാട് വർഷങ്ങളായി പങ്കെടുക്കുന്ന ഒരാളാണ്. 2006 ആദ്യം ജനപ്രതിനിധിയായി വന്ന് ആ കാലം മുതൽ എനിക്ക് ഈ സംഘടനയുമായി അതിൻ്റെ പടിപടിയായുള്ള വളർച്ചയെ അടുത്തു നിന്നും അകലത്തു നിന്നും കാണാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. കുട്ടികൾ ഇന്ന് ലോകം മാറുന്ന, വേഗത്തിൽ മാറുന്ന ഒരു കാലത്ത് വിദ്യാഭ്യാസം ചെയ്യുന്നവരാണ്. പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ അവസരങ്ങൾ നമ്മുടെ കുട്ടികൾക്കുണ്ട്. അവർ ആഗ്രഹിക്കുന്ന മേഖല തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ആത്മവിശ്വാസത്തോടുകൂടി പുതിയ കാലത്തിൻ്റെ സാധ്യതകളെ നേരിടുവാനും അതിൽ വിജയിക്കുവാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. പണ്ടൊക്കെയാണെങ്കിൽ വളരെ കുറച്ച് നിങ്ങളുടെ രക്ഷകർത്താക്കൾ വിദ്യാഭ്യാസം ചെയ്യുന്ന സമയത്ത് വളരെ കുറഞ്ഞ അവസരങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്നതല്ല. ഇന്നൊരുപാട് അവസരങ്ങളുണ്ട്, ഒരുപാട് മേഖലകളുണ്ട്, ഓരോ വിഷയത്തിനും കരിയറുണ്ട്. ഏത് സബ്ജക്റ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കരിയർ കണ്ടെത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായും ഇതൊരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിൻ്റാണ്. എന്നോടും പക്ഷെ പറഞ്ഞിട്ടുള്ളത് 10ാം ക്ലാസ്സാണ് ഏറ്റവും വലിയ പരീക്ഷയെന്നാണ്. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അല്ല 12ാം ക്ലാസ്സാണ് ഏറ്റവും വലിയ പരീക്ഷയെന്നാണ്. 10ഉം 12ഉം ആയിരുന്നില്ല യഥാർത്ഥ പരീക്ഷ എന്ന് പിന്നീട് ജീവിതത്തിലേക്ക് കടന്നപ്പോഴാണ് ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ആ നിലയിൽ തുടർന്നുള്ള ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. കുട്ടികളോട് സംസാരിക്കാൻ ഭയങ്കര പേടിയാണ്. ഇത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ഈ കോമഡി ചളിയാവുന്നത് പോലെയാണ്, അത് തന്ത വൈബായി മാറും. അതുകൊണ്ട് ഒരു പരുവത്തിന് പറഞ്ഞ് പോയാൽ നമുക്ക് പരിക്ക് പറ്റാതെ രക്ഷപ്പെടാം എന്നുള്ളത് കൊണ്ട് അധികം സംസാരിക്കുന്നവരെയും പിള്ളേർക്ക് ഇഷ്ടമല്ല. അപ്പോൾ എനിക്കാണെങ്കിൽ പിള്ളേർ ഇഷ്ടപ്പെടുന്ന ആളായിട്ട് നിൽക്കാനാണ് എപ്പോഴും താല്പര്യം. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നിങ്ങളുടെ ഉന്നതമായ ഈ വിജയത്തിൽ നിങ്ങളുടെ രക്ഷകർത്താക്കൾക്കുള്ള പങ്കിന് അവരെയും കൂടി അനുമോദിച്ചുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ശേഷമുള്ള ഈ സെഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. And thank you so much, sir. And നമുക്കെല്ലാവർക്കും അറിയാം
2024-25 അധ്യയന വർഷം SSLC +2 പരീക്ഷകൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ കേരള വിഷൻ ഉപഭോക്താക്കളുടെ കുട്ടികളെയാണ് ഈ ഒരു സ്പെഷ്യൽ ഒക്കേഷനിൽ ഇവിടെ ആദരിക്കുന്നത്. സോ ഞാനിവിടെ കുറച്ച് സീരിയൽ നമ്പേഴ്സ് വിളിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ടോക്കൺ നമ്പേഴ്സിൽ ആ ഒരു നമ്പേഴ്സ് ഉള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേജിൻ്റെ റൈറ്റ് സൈഡിലേക്ക്, ഞാൻ നിൽക്കുന്ന സൈഡിലേക്ക് വരാവുന്നതാണ്. അനൗൺസിങ് KD2, KD3, KD7, KD8, KD10, KD11, KD13, KD16, KD17. പേര് വിളിക്കുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് സ്റ്റേജിൻ്റെ സൈഡിലേക്ക് വരണമെന്ന് അനൗൺസ് ചെയ്യുന്നു. പേര് വിളിക്കുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേജിൻ്റെ സൈഡിലേക്ക് വരണമെന്ന് അനൗൺസ് ചെയ്യുകയാണ്. KD16, KD17, KD18, KD20, KD21, KD22, KD23, KD25, KD29, KD30, KD31, KD32, KD33, KD34, KD38, KD39, KD40, KD43, KD44, KD45, KD46, KD48, KD50, KD51, KD52, KD55, KD56, KD58, KD59, KD62, KD63, KD64, KD67, KD69, KD70, KD71, KD73, KD74, KD78, KD79, KD80, KD81, KD83, KD84, KD85, KD86, KD87, KD89 and KD91. ഓക്കെ, ഇപ്പോൾ പേര് വിളിക്കുന്ന ആൻഡ് KD92 ഓൾസോ, KD92. ആൻഡ് പേര് വിളിക്കുന്ന എല്ലാവരും ഒന്ന് 1 by 1 ആയിട്ട് സ്റ്റേജിലേക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ഒന്ന് സ്റ്റേജിൻ്റെ സൈഡിലേക്ക് നിൽക്കാം. ഓക്കെ, KD2 അഭിനവ് ആൻ്റണി. നമുക്ക് നല്ലൊരു കൈയടി കൊടുത്തതിന് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. നമ്മുടെ ബഹുമാനപ്പെട്ട MLA ആണ് ഈ ഒരു ടൈമിൽ അവാർഡ്സ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. KD2 അഭിനവ് ആൻ്റണി, KD2, KD2 അഭിനവ് ആൻ്റണി. ആൻഡ് നെക്സ്റ്റ്ലി KD3 അഭിനവ് പ്രവീൺ. നമുക്ക് നല്ലൊരു കൈയടി കൊടുത്ത് തന്നെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ആൻഡ് KD7 ആദിയ അജി സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ആൻഡ് KD8 ആദിത്യ ആർ കുമാർ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ആൻഡ് KD8 ആണ്. ആൻഡ് KD10 അജ്മൽ എ, KD10 അജ്മൽ എ. എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരണം. KD10 അജ്മൽ എ. KD11 ആകാശ് ബി ജോർജ്, KD11 ആകാശ് ബി ജോർജ്. KD13 അഖില AS, KD13 ആണ് അഖില AS. നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം കേട്ടോ, ഇടയ്ക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. KD16 അക്ഷര S, KD16 അക്ഷര S. KD16 ആണ്, KD16 അക്ഷര S. KD17 അക്ഷയ് MS, KD17 അക്ഷയ് MS. KD18 അക്ഷയ ജി മനോജ്, KD18 അക്ഷയ ജി മനോജ്. KD20 അലീഷ്യ, KD20. ആൻഡ് KD21 അലീന സജീവ്, KD21 അലീന സജീവ്. KD22 അലീന തോമസ്, KD22 അലീന തോമസ്. ആൻഡ് KD23 അലീന ഫിലിപ്പ്, KD23 അലീന ഫിലിപ്പ്. KD25
KD 25 ആൽവിൻ അനി. KD 29 അനഘ M. KD 29 അനഘ M. KD 30 അനഹ അനിൽകുമാർ. KD 30 അനഹ അനിൽകുമാർ. നമുക്ക് ഇടയ്ക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം, ഇടയ്ക്ക് നല്ലൊരു കയ്യടിയൊക്കെ കൊടുക്കാം. KD 31 അഞ്ജന B. KD 31 അഞ്ജന B. KD 32 അഞ്ജന S. KD 33 അഞ്ജന MA. KD 34 അൻസി രാജു. KD 34 അൻസി രാജു 34. KD 38 KD 38 KD 38 അർഷ അജയൻ 38. KL 37 അറഫ എ. KD 37. KD 37 അറഫ എ. KD 38 അർഷ അജയൻ. KD 39 ആഷിമ എസ്. KD 39 ആഷിമ എസ്. KD 40 KD 40 അശ്വനി ആർ പിള്ളൈ. KD 40 അശ്വനി ആർ പിള്ളൈ. KD 43 ബ്ലെസി ബിജു. KD 43 ബ്ലെസി ബിജു. KD 44 ക്രിസ്റ്റി കുഞ്ഞുമോൻ. KD 44 ക്രിസ്റ്റി കുഞ്ഞുമോൻ. KD 46 ദിയ പ്രമോദ്. KD 46 46 46 ദിയ പ്രമോദ്. KD 48 ഡൂണ എൻ. KD 48. KD 50 ഫാത്തിമ എസ്. KD 51 ഫാത്തിമ എസ്. KD 52 ഗൗരി എ. KD 55 ജിൻസി ചാക്കോ. 55 ജിൻസി ചാക്കോ. KD 56 ജിതേന്ദ്ര എ. KD 56 ജിതേന്ദ്ര എ. KD 58 ജോസി വർഗീസ്. KD 58 ജോസി വർഗീസ്. KD 59 കീർത്തന HR. KD 59 കീർത്തന HR. KD 62 മിഥുൻ M. 62 മിഥുൻ M. KD 63 നൈസാന ഫാത്തിമ N. KD 64 നന്ദന ബിജ്ലാൽ. KD 64. KD 67 നവനീത് S. KD 67 നവനീത് S. KD 69 നീരജ് കൃഷ്ണ SR. KD 69 നീരജ് കൃഷ്ണ SR. KD 70 നേഹ ബേബി. KD 70. KD 71 നില MJ. KD 73 നിധിൻ S. KD 74 നിവേദ് S. KD 74 നിവേദ് S. KD 78 സജ്ന S. KD 78 78 സജ്ന S. KD 79 ജയ ബിനു. KD 80 ഷഹന S.
ആൻഡ് കെ ഡി 81 ശീതൽ ഡി ബി. കെ ഡി 81 ശീതൽ ഡി ബി. ആൻഡ് കെ ഡി 83 ശിവപ്രിയ എൽ. കെ ഡി 83 ശിവപ്രിയ എൽ. കെ ഡി 84 സോന എസ്. ആൻഡ് കെ ഡി 86 ശ്രീപാർവതി എ. കെ ഡി 86 ശ്രീപാർവതി എ. ആൻഡ് കെ ഡി 87 ശ്രീനന്ദന എൻ. കെ ഡി 87 ശ്രീനന്ദന എൻ. കെ ഡി 89 സൂര്യ സുനിൽ എസ്. കെ ഡി 89 സൂര്യ സുനിൽ എസ്. ആൻഡ് കെ ഡി 91 കെ ഡി 58 ജോസി വർഗീസ്. കെ ഡി 88 സുബിന എൻ. കെ ഡി 88 സുബിന എൻ. കെ ഡി 89 സൂര്യ സുനിൽ എസ്. കെ ഡി 91 വേദലക്ഷ്മി ബി എസ്. കെ ഡി 92 അഭിഷേക്. കെ ഡി 92 92. കെ ഡി 90. കെ ഡി 90 ഓൾസോ. കെ ഡി 90. കെ ഡി 90 വൈഷ്ണവ് ആർ. കെ ഡി 26 കെ ഡി 26 അമിന നവാസ്. ആൻഡ് കെ ഡി 41 ആവനി ജെ കൃഷ്ണ. കെ ഡി 41. ആൻഡ് കെ ഡി 68 നയന എസ് പ്രേം. കെ ഡി 68 നയന എസ് പ്രേം. കെ ഡി 76 നിവേദ്യ ആർ കുമാർ. കെ ഡി 76 നിവേദ്യ ആർ കുമാർ. ആൻഡ് കെ ഡി 35 അനു വിൽസൺ. അനു വിൽസൺ. ആൻഡ് കെ ഡി 6 കെ ഡി 6 കെ ഡി 6 ആദിത്യ ബി. കെ ഡി 6 ആദിത്യ ബി. ആൻഡ് കെ ഡി 7 കെ ടി 7 കെ ടി 7 കെ ടി 7 അനഘ എ. കെ ടി 7 അനഘ എ. And finally inviting KL 126, KL 126, Pavi Sunil, KL 126, Pavi Sunil. And stage il ചെറിയൊരു ഫോട്ടോ സെഷന് വേണ്ടിയിട്ടുള്ള ടൈമാണ്.